ഈ ട്രംപ് അധികാരത്തിൽ എത്തും മുൻപ് തന്നെ അവകാശപ്പെട്ടിരുന്നതാണ് ഈ യുദ്ധങ്ങൾ വച്ച് മതിയാക്കുമെന്ന്, പ്രത്യേകിച്ച് ഗാസയിലെ യുദ്ധവും അതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ യുദ്ധവും. പക്ഷെ ആ യുദ്ധങ്ങൾ തുടരുകയാണ്. ഗാസ യുദ്ധം അവസാനിച്ചെങ്കിലും ഈ രണ്ടാമത്തെ യുദ്ധം തുടരുകയാണ്. അതിൽ അദ്ദേഹം വലിയ ആശങ്കയിലുമാണ്. പ്രകോപനമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഉണ്ടാകുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാകുമോ യുദ്ധത്തിന്? യുക്രൈൻ യുദ്ധത്തിന്? അതെ, യുക്രൈൻ യുദ്ധത്തിന് അവസാനം ഉണ്ടായേ മതിയാവുള്ളൂ. കാരണം അമേരിക്ക കണ്ട ഏറ്റവും ബുദ്ധിമാന്മാരായ പ്രസിഡന്റ്മാരിലൊരാളാണ് ഡൊണാൾഡ് ട്രംപ്. കൃത്യമായിട്ട് അമേരിക്ക എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ഒരു പറച്ചിലുണ്ട്, നിങ്ങളുടെ പശ്ചാത്തലമോ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് നിങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് നിങ്ങളെ നിർണ്ണയിക്കുന്നത്. അതിനെക്കുറിച്ച് ട്രംപിന് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഈ യുക്രൈൻ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിവേഗത്തിൽ തന്നെ ആ ഗാസയുമായുള്ള ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ? യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഫൈൻ മോർണിംഗിൽ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരുപാട് ഇഷ്യൂസ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട്. ഇവിടെ സംഭവിച്ചത് ബൈഡന് പറ്റിയ ഒരു ബൗദ്ധികമായ പിഴവാണ് ഈ യുക്രൈൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വലിച്ചഴച്ചത്. കാരണം പുട്ടിനെ കണക്ക് കൂട്ടുന്നതിൽ, പുട്ടിനെ മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ പുട്ടിനെ വിലയിരുത്തുന്നതിൽ ബൈഡൻ പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെ യുദ്ധം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഒരുപക്ഷേ ശ്രീജിത്തിനറിയാമായിരിക്കും. നാറ്റോ സഖ്യത്തിൽ ചേരാൻ സെലൻസ്കി തീരുമാനിച്ചപ്പോഴാണ് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തു, റഷ്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യം ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഫോറിൻ പോളിസി തീരുമാനിച്ചു, പക്ഷേ നാറ്റോ സഖ്യത്തിൽ നിങ്ങൾ ചേർന്നാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ സെലൻസ്കി, അദ്ദേഹം ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം നാടക നടനോ സംതിങ്, അതുപോലെ ഹാസ്യ നടനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹാസ്യ നടൻ്റെ റോളാണ് അവിടെ ചെയ്തത്. അദ്ദേഹം അനാവശ്യമായ ഒരു ദേശീയ വികാരം ഉക്രൈൻ ജനതയിലുണ്ടാക്കി. നമ്മളിവിടെ ചേരണം തീരുമാനിക്കുന്നത്, നമ്മുടെ ഫോറിൻ പോളിസി തീരുമാനിക്കുന്നതൊക്കെ നമ്മളാണ്, അല്ല പുട്ടിനല്ല. അതുകൊണ്ട് നാറ്റോ സഖ്യത്തിൽ ചേരും എന്ന് പറഞ്ഞ തൻ്റെ ഒരു നിലപാടാണ് യുക്രൈൻ കൈക്കൊണ്ടത്, പ്രത്യേകിച്ച് സെലൻസ്കി കൈക്കൊണ്ടത്. സെലൻസ്കി അത്തരം ഒരു കാര്യവുമായിട്ട് പോയാൽ റഷ്യയുടെ സുരക്ഷയ്ക്കത് ഭീഷണിയാണ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യൂബയിൽ കൊണ്ടുവച്ചേക്കുന്നത് പോലെ ക്യൂബ പ്രശ്നം ഒരിക്കൽ ഭീഷണിയായിട്ട് വന്നു അമേരിക്കയ്ക്ക്. അന്ന് ക്രൂഷ്ചേവ് ആയിരുന്നു റഷ്യൻ നേതാവ്. അപ്പോൾ ക്രൂഷ്ചേവ് ക്യൂബയിലേക്ക് മിസൈൽ കൊണ്ടുപോയി, അമേരിക്ക തടഞ്ഞു. അന്ന് ജോൺ എഫ് കെന്നഡിയാണ്, അമേരിക്കയിലെ ഏറ്റവും ജനസമ്മതനായ പ്രസിഡൻ്റാണ് ജോൺ എഫ് കെന്നഡി. ക്യൂബയിലേക്ക് മിസൈലുമായിട്ട് പോയപ്പോൾ തടഞ്ഞിട്ട് പറഞ്ഞു, ക്യൂബയെ കൊണ്ട് മിസൈൽ വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ക്യൂബയിൽ എന്ത് വെക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിൻ്റെ പ്രശ്നമാണ്, മടങ്ങിപ്പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. റഷ്യ പറഞ്ഞു ഞങ്ങൾ മടങ്ങിപ്പോവില്ല, വെച്ച കാല് പിന്നോട്ടെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്ക യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ക്രൂഷ്ചേവിൻ്റെ മുന്നിൽ. ഒന്ന് ലോകത്തെ യുദ്ധത്തിലേക്ക് വെടിച്ചഴിക്കുക, അല്ലെങ്കിൽ മടങ്ങിപ്പോവുക. രണ്ടാമത്തെ ഓപ്ഷൻ ക്രൂഷ്ചേവ് എടുത്തു, അദ്ദേഹം മടങ്ങിപ്പോയി. ക്രൂഷ്ചേവ് ഒരു ലോകമഹായുദ്ധം ഒഴിവാക്കി എന്നുള്ളത് അദ്ദേഹത്തിന് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വീണ്ടും രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് അധികം താമസിയാതെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്ന കാര്യത്തിലേക്ക് ലോകരാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്ക റെഡ് അലേർട്ട് കൊടുത്തു, നാറ്റോ സഖ്യത്തിനെ സജീവമാക്കി, അമേരിക്കൻ സൈന്യത്തെ സജീവമാക്കി. അത്തരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ റഷ്യ പുറകോട്ട് പോയി, ക്യൂബയിൽ മിസൈൽ വെക്കേണ്ട എന്ന് തീരുമാനിച്ച് പുറകോട്ട് പോയി. അപ്പോൾ മിസൈലും കൊണ്ടുപോയ കപ്പൽ തിരിച്ച് റഷ്യയിലെത്തുന്നതിന് മുമ്പ് ക്രൂഷ്ചേവ് അവിടെ വീണു. ക്രൂഷ്ചേവിനെ മാറ്റി. കാരണം റഷ്യയുടെ അന്തസ്സിന് അപരിഹാര്യമായ പോറലുണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഈ തിരിച്ചുള്ള പോക്ക്. അതിന് റഷ്യ പകരം വീട്ടിയത് 1971-ലാണ്. അന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് അയച്ചു, ബംഗ്ലാദേശിനെ സഹായിക്കാൻ. പാകിസ്ഥാനെ സഹായിക്കാൻ. ഇന്ദിരാഗാന്ധി ബ്രഷ്നേവിൻ്റെ സഹായം തേടി. 7ാം കപ്പൽപ്പടയെ തടഞ്ഞുകൊണ്ട് റഷ്യൻ കപ്പൽപ്പട വന്നു. അവർ പറഞ്ഞു പറ്റില്ല, ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സന്ധിയുണ്ട്, ഇൻഡോ റഷ്യൻ എഗ്രിമെൻ്റ് ഉണ്ട്, അതനുസരിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ രാജ്യം മുതിരുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് നിക്സൺ ഭയന്നു. അപ്പോൾ അന്ന് ക്യൂബയിലുണ്ടായ അപമാനത്തിന് ബ്രഷ്നേവ് പക വീട്ടിയത് 1971-ലാണ്. അത് ഇന്ത്യ എന്ന് ഭരിച്ചിരുന്ന വളരെ ശക്തിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ലോകം കണ്ട ഏറ്റവും നല്ല വാർ പ്രൈം മിനിസ്റ്റർമാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ പശ്ചാത്തലമോ സാഹചര്യമോ അല്ല ഒരു നേതാവിനെ നിർണ്ണയിക്കുന്നത്, ആ നേതാവിൻ്റെ ഇച്ഛാശക്തിയാണ്. ഇവിടെയും ട്രംപ് അതാണ് ചെയ്തത്. ട്രംപിൻ്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നോക്കാമെങ്കിൽ
യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹം ലക്ഷ്യമാക്കുന്നതെന്ന് വെച്ചാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. യുക്രൈനേക്കാൾ കൂടുതൽ ആവശ്യം അമേരിക്കയ്ക്ക്. അതിൻ്റെ പ്രധാനമായ കാരണം യുക്രൈന് യുദ്ധത്തിന് പോകുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്ന ആരാണ്? അത് മുഴുവൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്നാണ്. അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ ഇപ്പോൾ ട്രംപ്, അതിവേഗം തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന രീതിയിലുള്ള. അത് യുക്രൈൻ അനുസരിക്കുമോ? യുക്രൈൻ അനുസരിക്കാതെ എന്ത് ചെയ്യാനാണ്? 1000 പ്രാവശ്യം അനുസരിക്കും. അനുസരിച്ചേ പറ്റുള്ളൂ. യുക്രൈൻ യുദ്ധം തുടരാൻ സഹായം ചെയ്യും എന്ന് പറഞ്ഞ് ബ്രിട്ടൻ മുന്നോട്ട് വന്നില്ലേ? ഇന്ത്യ ബ്രിട്ടൻ ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ സഹായിക്കുമോ? അവരുടെ രാജ്യത്തെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം, അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ പണം യുക്രൈനിൽ കൊണ്ടുപോയി സെലൻസ്കിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ആരെങ്കിലും ഉപയോഗിക്കുമോ? സെൻസുള്ള ഏതെങ്കിലും ഭരണാധികാരി ഉപയോഗിക്കുമോ? അതാണ് ട്രംപ് ചെയ്തത്. ട്രംപ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ എക്സ്പെൻഡിച്ചർ അമേരിക്ക വലിയ പ്രതിസന്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അമേരിക്കയിലേക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഡംപ് ചെയ്യുക. അതേസമയം അമേരിക്കൻ സാധനം മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നതിന് അമേരിക്ക വലിയ തീരുവയും കൊടുക്കണം. അതില്ലാതാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടാണ്. ഇന്ത്യയുടെയോ ചൈനയുടെയോ യുക്രൈൻ്റെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല ട്രംപിൻ്റെ ജോലി. അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ട്രംപിൻ്റെ ജോലി. അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാര്യം അമേരിക്കയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ്. അല്ലാതെ അമേരിക്കക്കാരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഇന്ത്യയെ പോലെ ഒരു രാജ്യമല്ല. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന കുറച്ച് വിഭാഗം ജനങ്ങളെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ട്, നിർഭാഗ്യവശാലും. അമേരിക്കയല്ല. അമേരിക്കയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ട്രംപ് അവിടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഉക്രൈൻ യുദ്ധത്തിന് കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് യുക്രൈൻ സഹായമായിട്ട് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായത്? റഷ്യ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഈ യുദ്ധത്തിന് അവസാനം അവരുടെ 4 പ്രവിശ്യകൾ അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? ഉക്രൈൻ അപരിഹാര്യമായ നഷ്ടം ഉണ്ടായില്ലേ? എത്ര പാലങ്ങൾ, എത്ര റോഡുകൾ, എത്ര ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ. അല്ല, പക്ഷേ എന്തുകൊണ്ട് അത് ഇത്രയും നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? ഒരു ചെറിയൊരു രാജ്യത്തിന്, റഷ്യയെ വെച്ച് നോക്കുമ്പോൾ ആണവായുധമുള്ള വലിയ ആയുധങ്ങളുള്ള രാജ്യവുമായി ഇത്രയും നാൾ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ എന്തായാലും യുക്രൈൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. യുക്രൈൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ 2 കാരണം കൊണ്ടാണ്. ഒന്ന്, യുക്രൈൻ ജനതയുടെ ഇച്ഛാശക്തി. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ. ഏതൊരു ജനതയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടാകണം. അവർക്ക് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, ദേശസ്നേഹം ഉണ്ടായിരുന്നു, ദേശീയ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിടിച്ചെന്ന ഒരു കാര്യം. 2, ഉക്രൈനിലേക്ക് ഒഴുകിയെത്തിയ സമ്പത്ത്. റഷ്യയെ തകർക്കാനായിട്ടല്ലേ, റഷ്യയെ തടയാനായിട്ട് എല്ലാ മാർഗ്ഗങ്ങളും നോക്കിയില്ലേ? റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പുറത്തോട്ട് പോകാതെ നോക്കി. റഷ്യയുമായിട്ടുള്ള എല്ലാ വ്യാപാര വ്യവസായ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചു. ഒരു സാമ്പത്തിക ഉപരോധമല്ലേ റഷ്യക്കെതിരായിട്ട് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ റഷ്യ എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ട്രംപിനൊരു കാര്യം മനസ്സിലായി, ഇത് അപകടമാണ്. ട്രംപ് ഇത് പഠിച്ചെവിടുന്നാണെന്ന് ചോദിച്ചാൽ, വിയറ്റ്നാം യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? എത്ര കാലം നീണ്ടു വന്നു? വിയറ്റ്നാമിൽ എന്താ അമേരിക്കയ്ക്ക് ജയിക്കാൻ കഴിയാതെ പോയത്? വിയറ്റ്നാമിലെ സാധാരണ കർഷകരുള്ള ഒരു ചെറിയ, കേരളം പോലൊരു ചെറിയ സ്ഥലമാണ്, ഒരു നാടാണ് വിയറ്റ്നാം. നെൽപ്പാടങ്ങളും അതും ഇതുമൊക്കെ ഒരു സമാധാന പ്രേമികളായ ആളുകളാണ്. പക്ഷേ വിയറ്റ്നാമീസിൻ്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്തതാണ്. അവിടെ സംഭവിച്ചെന്താണ്? അമേരിക്കൻ പട്ടാളക്കാർ അവിടെ വന്നിറങ്ങി. അവർ നാപ്പാം ബോംബ് വരെ അവിടെ ഉപയോഗിച്ചു. അതായത് ജീവനുള്ള മനുഷ്യ ശരീരത്തെ തീ പിടിപ്പിക്കുന്ന നാപ്പാം ബോംബ് അത് അവരുപയോഗിച്ചു. എന്നിട്ടും വിയറ്റ്നാമിലെ 10-25 വർഷം യുദ്ധം നീണ്ടു നിന്നിട്ടും വിയറ്റ്നാം ജനതയുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. വിയറ്റ്നാമിലെ അവർക്ക് മനസ്സിലാക്കാത്ത അവരുടെ തന്ത്രം അമേരിക്കയ്ക്ക് മനസ്സിലായില്ല. നിലമുഴൻ നിൽക്കുന്ന കർഷകനും തോക്കുമായിട്ടാണ് നിൽക്കുന്നത്. താണു പറക്കുന്ന ഹെലികോപ്റ്ററെ അവർ വെടിവെച്ചിടും. വിയറ്റ്നാമിലെ ജനത മുഴുവൻ പട്ടാളക്കാരായിരുന്നു, അതിന് യൂണിഫോം ഇടണ്ട. അപ്പോൾ അത് അമേരിക്കയ്ക്ക് മനസ്സിലായി. വളരെ വ്യത്യസ്തമായൊരു യുദ്ധതന്ത്രമാണ് അവിടെ വിയറ്റ്നാം ജനത ഉപയോഗിച്ചത്. ആ വിയറ്റ്നാം ജനതയുടെ ഇച്ഛാശക്തിയുടെ മുന്നിലാണ് അമേരിക്ക തോറ്റത്. അവർക്ക് ആയുധമില്ലല്ലോ, അവർക്ക് ആണവായുധമില്ലല്ലോ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ റഷ്യക്കുള്ളൊരു ഓപ്ഷൻ അവിടെ കൊണ്ട് ആണവായുധം പ്രയോഗിക്കാം. അണുബോംബ് പ്രയോഗിച്ച് റഷ്യക്ക് പിന്നെ ലോകത്ത് തലയുയർത്തി നിൽക്കാനോ? എന്തായിരിക്കും റഷ്യയുടെ സ്ഥിതി? അത് ചെയ്യാൻ പറ്റില്ല. അണുവായുധം വെച്ചേക്കാനല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ലത്. അത് ലോകത്ത് ഒരു രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ രാജ്യത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടെ ഒറ്റപ്പെടുത്തും. അപ്പോൾ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആയുധങ്ങളും യുക്രൈൻ്റെ മുകളിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. എന്നിട്ടും ഇച്ഛാശക്തി കൊണ്ട് യുക്രൈൻ പിടിച്ചു. പക്ഷേ അപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം, റഷ്യയ്ക്ക് ആവശ്യമുള്ള 4 പ്രവിശ്യകൾ അവർ പിടിച്ചെടുത്തു യുക്രൈനിൽ നിന്ന്. അപ്പോൾ യുക്രൈൻ നാറ്റോ സഖ്യത്തിലേക്ക് പോയതുകൊണ്ട് അവർക്ക് കിട്ടിയ ഏക ദോഷം എന്ന് പറയുന്നത് അവരുടെ 4 പ്രവിശ്യകൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ വെറുതെ ഒരു യുദ്ധം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ റഷ്യ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമോ? അങ്ങനെയാണ് ഒരു പരാജയപ്പെട്ട് പിന്മാറുന്ന ഒരു സന്ദേശമായി മാറില്ലേ? അല്ല, റഷ്യ പിന്മാറാൻ പറ്റും. പിന്മാറ്റത്തിനേക്കാൾ കൂടുതൽ ഒരു സന്ധി സംഭാഷണത്തിലൂടെ സമവായത്തിലെത്തുക എന്നുള്ളത്. പിന്മാറ്റത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പം സൗദി അറേബ്യയിൽ അമേരിക്ക മീറ്റിംഗ് വിളിച്ചു കൂട്ടിയല്ലോ. അവിടെ വിളിച്ചു കൂട്ടിയത്
റഷ്യയുടെ നയതന്ത്ര പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളും കൂടാണ് അവിടെ സംസാരിച്ചത്. യുക്രൈനെ വിളിച്ചു പോലും ഇല്ലല്ലോ. യുക്രൈനിൽ നിന്ന് ആരും അങ്ങോട്ട് വിളിച്ചില്ല. സൗദി അറേബ്യയിൽ നടന്ന ഉച്ചകോടിയിൽ അമേരിക്കയുടെ ആളുകളും അതുപോലെ തന്നെ റഷ്യയുടെ ആളുകളും ഉണ്ടായിരുന്നുണ്ട്. എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം, അതിനാണ് സമവായം എന്ന് പറയുന്നത്. ആ സമവായത്തിനാണ് അമേരിക്ക ശ്രമിച്ചത്. അതല്ലാതെ പോയി കഴിഞ്ഞാൽ യുക്രൈൻ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും. തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന യുക്രൈനെ സംരക്ഷിച്ച് നിർത്താൻ കോടിക്കണക്കിന് ഡോളർ അമേരിക്ക ചെലവഴിക്കേണ്ടി വരും. അത് അർത്ഥശൂന്യമായൊരു യുദ്ധത്തിന് വേണ്ടി. അതിനെക്കാട്ടി നല്ല യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇനി ധനസഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ യുദ്ധം അവസാനിച്ചു. അപ്പോൾ ഇവിടെ അതാണ് അമേരിക്ക പറഞ്ഞത്, സെലൻസ്കി എന്ന് പറയുന്ന ആൾ യാതൊരു യുക്തിയോ ബോധമോ ഉള്ള ഒരുത്തനല്ല, ഒരു രാജ്യം ഭരിക്കാൻ പറ്റിയ ഒരാളല്ല, അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു എന്നൊക്കെ പറയാം. അദ്ദേഹം പറഞ്ഞ തിരഞ്ഞെടുപ്പ് പോലും ശരിയല്ലെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പണം അമേരിക്കയുടെ വികസനത്തിനുള്ളതാണ്. ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി വിയറ്റ്നാമിൽ എത്ര കോടി ഡോളർ ചിലവഴിച്ച് എന്ത് നേടി അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന്? അഫ്ഗാനിസ്ഥാനിൽ പോയി എന്ത് നേടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന്? അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇവർ യുക്രൈൻ നടക്കുന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ പണം ദുർവിനിയോഗം ചെയ്യണ്ട എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ശക്തമായ നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമാണ് ആ യുദ്ധം നിർത്തിവെക്കാൻ പറഞ്ഞത്. രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, ലോകത്തൊരു സമാധാനം ഉണ്ടാവും. ഇനി ഇത്തരം വിട്ടിത്തരങ്ങളിലേക്ക് ആളുകൾ പോവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം യുദ്ധം നൽകുന്നത്, ഒരു രാജ്യം പഞ്ചമഹാശക്തികളിലൊന്നാണ്, അവരുടെ കയ്യിൽ അണുവായുധമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച രണ്ട് യുദ്ധമാണ്. ഒന്ന് വിയറ്റ്നാം യുദ്ധവും മറ്റൊന്ന് യുക്രൈൻ റഷ്യൻ യുദ്ധവും. റഷ്യ ഒന്നും നേടിയില്ല. അവർ 4 പ്രവിശ്യ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ റഷ്യയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് യുക്രൈനുമായിട്ട് താരതമ്യപ്പെടുത്താൻ വളരെ ചെറുതാണ്. അപ്പം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമ്പോൾ സെലൻസ്കിയെ പോലെ ഒരു മരമണ്ടനായ ഒരു രാഷ്ട്രീയക്കാരനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, യുദ്ധം അവിടെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കത്തില്ല, താൻ തൻ്റെ വഴി നോക്ക് എന്ന് കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു. അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം. അതല്ലെങ്കിൽ ലോകത്തെന്നും ഒരു അസ്വാരസ്യമായിട്ട് റഷ്യൻ യുക്രൈൻ യുദ്ധം നിൽക്കുമെന്ന് മാത്രമല്ല, രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യ വളരെ വലിയൊരു രാജ്യമാണ്. അവരെ അങ്ങനെ സാമ്പത്തികമായിട്ട് തകർക്കാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് തലവേദന ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് വേറെ കാര്യമില്ല. റഷ്യക്കൊരു ചെറിയ തലവേദന ഉണ്ടാക്കാൻ അമേരിക്ക കോടിക്കണക്കിന് ഡോളർ മുടക്കേണ്ട കാര്യം എന്താണ്? അവിടെ സെലൻസ്കിയുടെ ഈ പാലങ്ങൾ തകർന്നു പോയത് പാലം പണിയണം, കെട്ടിടങ്ങൾ പണിയണം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഒരുപാട് ആവശ്യമുണ്ട് യുക്രൈന്. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊടുക്കുന്ന പണം അതിന് പകരമായി അത് റീപേ ചെയ്യാൻ റീപ്രൊഡക്റ്റീവായിട്ട് വേണേൽ പണം കൊടുക്കാം. അമേരിക്കയ്ക്ക് പണം കടം കൊടുക്കാം, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പലിശ ഇളവ് ചെയ്ത് പണം കൊടുക്കാം, തിരിച്ചു കിട്ടുമല്ലോ. ആയുധം വാങ്ങിക്കാൻ കൊടുത്താൽ എന്ത് ചെയ്യാനും? ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ തീർന്നില്ലേ അതിൻ്റെ മൂല്യം? അതുകൊണ്ടാണ് ട്രംപ് അത്തരം ഒരു തീരുമാനം എടുത്തത്. മറ്റൊരു പ്രസിഡൻ്റ് ആണെങ്കിൽ അത്തരം തീരുമാനം എടുക്കത്തില്ല. കാരണം നമ്മുടെ പശ്ചാത്തലമോ സാഹചര്യമോ അല്ല അനുകൂലമല്ല അമേരിക്കയ്ക്ക്. പശ്ചാത്തലം ബൈഡൻ തുടങ്ങി വെച്ചൊരു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറയുക. പശ്ചാത്തലം നോക്കാമെങ്കിൽ യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളുമൊക്കെ സെലൻസ്കിയുടെ ഒരു സഹാനുഭൂതിയുണ്ട്. അതൊന്നും ട്രംപ് പരിഗണിച്ചില്ല. ട്രംപ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ പണം തരാൻ പറ്റില്ല, അത് ഞങ്ങളുടെ രാജ്യത്തിനുള്ളതാണ്, യുദ്ധം നിർമ്മാ തനിക്ക് നല്ലതെന്ന് പറഞ്ഞു. ഒരു പരമാവധി ഒരു 10-20 ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവിടെ അവസാനിപ്പിക്കും. റഷ്യയും യുക്രൈനുമായി മാന്യമായ ഒരു സന്ധിയിൽ എത്തിച്ചേരാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. അല്ലാതെ യുക്രൈനെ ഒറ്റപ്പെടുത്തിയില്ല, നശിപ്പിക്കാനൊന്നുമല്ല. യുക്രൈൻ റഷ്യയുമായിട്ടൊരു മാന്യമായ സന്ധിയിലെത്തി. അപ്പോൾ റഷ്യ വിട്ടുവീഴ്ച ചെയ്യും, യുക്രൈനും വിട്ടുവീഴ്ച ചെയ്ത് ആ കാര്യങ്ങൾ നിൽക്കുക. നാറ്റോ സഖ്യത്തിൽ ചേരില്ല എന്ന് സെലൻസ്കി തീരുമാനിക്കുക. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുക. ആവശ്യമില്ലാതെ വലിച്ചഴക്കപ്പെട്ടൊരു യുദ്ധമാണ്. അതിനകത്ത് റഷ്യയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. റഷ്യയുടെ സുരക്ഷിതത്തിന് ഭീഷണിയായി സെലൻസ്കി വന്നപ്പോഴാണ് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് സെലൻസ്കിയെ പോലെ ഒരു മരമണ്ണന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് വരുന്നത് അത് ലോകത്തിന് മാത്രമല്ല, ആ രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിനും ഭീഷണിയാണെന്ന് തെളിയിക്കുന്നതാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം. അത് ആ യുദ്ധം അത് കൃത്യമായി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും നഷ്ടം, ഇത്രയും മരണം യുക്രൈനിലുണ്ടാവില്ലായിരുന്നു, ഇത്രയും അധികം നാശനഷ്ടം യുക്രൈനിലുണ്ടാവില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണാധികാരി എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ളവനായിരിക്കണം. ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരി ഏത് രാജ്യത്തോ അധികാരത്തിലെത്തുന്നു അത് രാജ്യത്തിന് ബാധ്യതയായിട്ട് മാറും. അതാണ് യുക്രൈനിൽ സംഭവിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.